ഹലോ ഹായ് വെൽക്കം ടു സി പെർസ്പെക്റ്റീവ്സ്. ഞാനിപ്പം ദൃശ്യം 3 കണ്ടിട്ട് ജസ്റ്റ് വീട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. സോ ഹിയർ ഇസ് മൈ ഓണസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് ഒപ്പീനിയൻ അബൌട്ട് ദ മൂവി. സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ദൃശ്യത്തിന് ഒരു ഫോർത്ത് ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടെങ്കിൽ, ഈ ഫ്രാഞ്ചൈസിക്ക് ഒരു ഫോർത്ത് ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അത്രയും അടിപൊളി അത്രയും കിടിലം ഒരു ഐറ്റം കയ്യിലില്ലെങ്കിൽ, ഒരു പ്ലാൻ കയ്യിലില്ലെങ്കിൽ, പ്ലീസ് ഡോണ്ട് ഗോ അഹെഡ് വിത്ത് ദ ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ദിസ് മൂവി. Having said that, it's not a bad movie. It's an average watch, according to me. ദൃശ്യം 1ഉം 2ഉം കണ്ടൊരു മലയാളി അല്ലെങ്കിൽ ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് ഒരിക്കലും ദൃശ്യം 3 ഇറങ്ങുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ പീക്ക് അല്ലാതെ പോകാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് യു ഹാവ് സെറ്റ് യുവർ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഹൈ. So I went in with a lot of expectations. Okay, ഇമോഷണൽ ത്രില്ലർ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ കഥയുടെ ഈ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഹുക്ക് എന്ന് പറയുന്നത് ഇമോഷണൽ ഡ്രാമ തന്നെയാണ്. മൈ ഓണസ്റ്റ് ഒപ്പീനിയൻ ഇസ് ദാറ്റ് ലാസ്റ്റ് ഒരു 10 minutes യു ഹാഡ് മീ. സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ചിരുന്നു. ബട്ട് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കാറ് വരെ നടക്കുന്ന ടൈം, എൻ്റെ കാറിലെത്തിയപ്പോൾ ആണ് അറിയുന്നത്, ഐ വാസ് ജസ്റ്റ് റണ്ണിങ് ദാറ്റ് മൂവി ബാക്ക് അറ്റ് ദ ബാക്ക് ഓഫ് മൈ ഹെഡ്, ബാക്ക് ഓഫ് മൈ മൈൻഡ്. അപ്പോഴാണ് മനസ്സിലാക്കിയത് ആക്ച്വലി ഈ സിനിമയിൽ ഐ ഡിഡ്ന്റ് ഫീൽ എന്താണ് നമ്മുടെ 1 or 2 തന്നൊരു എലിമെൻറ്റ് ഓഫ് വൗ ഫാക്ടർ, അല്ലെങ്കിൽ ഒരു ഹൈ ഈ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴും എന്താണ് സംഭവത്തിലേക്ക് എത്താത്തത്, എന്താണ് വൈ ഇറ്റ്സ് നോട്ട് കമ്മിങ് ടു ഇറ്റ്. ഓക്കെ, നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ഐ എം ട്രൈങ് ടു കീപ്പ് ഇറ്റ് സ്പോയിലർ ഫ്രീ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. 1ലേയും 2ലേയൊക്കെ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴും നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, എന്തെങ്കിലും സംഭവിക്കും, ഇപ്പം എന്തെങ്കിലും സംഭവിക്കും. അല്ലെങ്കിൽ ഓക്കെ, 1ലേയും 2ൻ്റെയും നമ്മുടെ ഹുക്ക് ചെയ്ത പാർട്സ് മെയിനായിട്ട് നടന്ന എയ്തർ അറ്റ് പോലീസ് സ്റ്റേഷൻ ഓർ അറ്റ് കോർട്ട്. ഇതിൽ ഈ 2 എലിമെൻറ്റ്സും ഹൈലി മിസ്സിങ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് ഒരു 10 minutes മൂവി പീക്ക് ഇമോഷണൽ കണക്റ്റിലേക്ക് പോകുന്നുണ്ട്. ലാലേട്ടൻ്റെ ലാസ്റ്റ് ഒരു ഡയലോഗുണ്ട്, ആ ഡയലോഗ് ഡെലിവറി, അതിലുള്ള പെയിൻ, അതിലുള്ള നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, റിവെഞ്ച് അല്ലല്ലോ ഇത്. ഓക്കെ, ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്ത് മാനസികാവസ്ഥ, ജോർജ് കുട്ടിയുടെ മാനസികാവസ്ഥ, പുള്ളിയുടെ ഫാമിലിയുടെ മാനസികാവസ്ഥ, വിക്ടിംസ് ആൻഡ് പ്രെഡേറ്ററിൻ്റെ ഫാമിലിയുടെ മാനസികാവസ്ഥ, അതൊക്കെയാണെന്ന് മനസ്സിലാവും. പക്ഷേ ദ ഇഷ്യൂ ഇസ് ദാറ്റ് ഇതൊരു 10 minutes, ലാസ്റ്റ് ഒരു 10 minutes വരുമ്പോഴത്തേക്ക് ക്വിക്കായിട്ട് ഓടിച്ച് ഫിനിഷ് ചെയ്യുന്നല്ലോ. ഓക്കെ, വൗ ഫാക്ടർ അല്ലെങ്കിൽ സർപ്രൈസ് എലിമെൻ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ലാസ്റ്റ് 10 minutes എല്ലാം ഫിനിഷാവും. അതിന് മുന്നേ ആ ഒരു 10 minutes എത്താൻ എടുക്കുന്ന ടൈം കുറയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. There might be people who I enjoyed this movie to a limit. പക്ഷേ ആ ഒരു 10 minutes ഇമോഷണൽ സാധനം തന്നതുകൊണ്ടാണ് ഞാൻ ആ ലാസ്റ്റ് തിയേറ്ററിൽ നിന്ന് കൈയടിച്ചത്. പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് എന്തോ മിസ്സിങ് ഉണ്ടെന്ന്. സാറ്റിസ്ഫാക്ടറി മൂവിയാണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ, ബട്ട് വർത്ത് ഗിവ് ഇറ്റ് എ ട്രൈ. എവറി മൂവി ഡിസേർവ്സ് ഇറ്റ്സ് സ്പേസ് ഇൻ ദ തിയേറ്റർ. സോ നിങ്ങൾ തന്നെ കണ്ടിട്ട് വിലയിരുത്തിക്കോളൂ. പക്ഷേ എനിക്ക് ഫോർ മീ ഇറ്റ് വാസ് ആൻ ആവറേജ് വാച്ച്. ദൃശ്യം 1ഉം 2ഉം തന്ന സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും എനിക്ക് 3 കിട്ടിയിട്ടില്ല. അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലായി. അവർ മെൻ്റൽ സ്റ്റേജ്, ജോർജ് കുട്ടിയൻ ഫാമിലിയുടെ മെൻ്റൽ സ്റ്റേജ്, ബാക്കിയുള്ളവരുടെ സിദ്ദീഖിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ളവരുടെ മെൻ്റൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന അവരുടെ ആഗണി അല്ലെങ്കിൽ അവരുടെ ട്രോമാസ് എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ദൃശ്യം 1ഉം 2ഉം ഈ ഒരു ലെവലിൽ തന്നിട്ട് 3ലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ ഒരു ഹൈ ഫാക്ടർ ഡ്രോപ്പായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. ആൻഡ് ജിത്തു ജോസഫ് ആസ് എ ഡയറക്ടർ, ഐ ഫെൽറ്റ് ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സീരിയൽ ലെവൽ ഓഫ് മേക്കിംഗ് എവിടേക്കും എനിക്ക് ഫീൽ ചെയ്തു. മൈ ഓണസ്റ്റ്ലി ഐ ഫെൽറ്റ് സോ. So I'm telling you, പുള്ളിയുടെ മേക്കിംഗ് കുഡ് ഹാവ് ബീൻ എ ബിറ്റ് മോർ ബെറ്റർ. ബട്ട് 1ലും 2ലും ഇതേ, ഇപ്പം 2 ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു സീരിയൽ മേക്കിംഗ് ആണ്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ്
ആ സിനിമ അങ്ങ് ഭയങ്കര ഹൈയിലേക്ക് പോകുന്നു. പക്ഷേ ആ ഒരു അവിടെയാണ് പ്രശ്നം. സീരിയൽ ലെവൽ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സീരിയലിനെ കൊച്ചായി കാണുന്നതല്ല, പക്ഷേ ഒരു ഈ മൂവി ഡിസേർവ് ചെയ്യുന്നൊരു മേക്കിംഗ് ഉണ്ടല്ലോ, അത് പുള്ളിയല്ല വേറെ ഒരു തരമില്ല. എന്നാലും ഒരു 10 വർഷം മുന്നേ ഉള്ളൊരു മേക്കിങ്ങും ഫൈനൽ ആക്റ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഹൈയിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ, ദൃശ്യം 2 സ്കോർ ചെയ്തത് ഹൈയിലേക്ക് എത്താൻ പറ്റിയത് കൊണ്ടായിരുന്നു. ദൃശ്യം 3ലേക്ക് വരുമ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ ഹൈയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് മേക്കിങ്ങിനെയും കുറ്റം പറയാനാണ് എനിക്ക് തോന്നുന്നത്. The movie was not satisfactory. It was an average movie. It was not a bad movie. It was an average movie. So that's my review. താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.